ഹാൻഡ് മെയ്ഡായി ഓടക്കുഴലുകൾ നിർമ്മിക്കുന്ന ഒരു ഓടക്കുഴൽ നിർമ്മാണശാലയിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. നിർമ്മാണശേഷം ഓടക്കുഴലുകൾക്ക് വർണ്ണഭംഗി നൽകുന്നതിന് വേണ്ടി നൂലുകൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഈ നൂലുകൾ അതിൽ ചുറ്റിയാണ് വർണ്ണഭംഗി നൽകുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കമ്പനികളിൽ നിർമ്മിക്കുന്ന ഓടക്കുഴയേക്കാൾ കൂടുതൽ ആവശ്യക്കാർ വരുന്നത് ഹാൻഡ് മെയ്ഡായി നിർമ്മിക്കുന്ന ഇത്തരം ഓടക്കുഴലുകൾക്ക് ആണ്. സംഗീത കച്ചേരിക്കും സിനിമാ ഗാനങ്ങൾക്കും വേറെ വേറെ ഓടക്കുഴലുകളാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കുടിൽ വ്യവസായമായി ഓടക്കുഴലുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ചേർത്തലയിൽ നിർമ്മിക്കുന്ന ഓടക്കുഴലുകൾക്കാണ് കൂടുതലും ആവശ്യക്കാർ കൂടുതൽ. ഏതെങ്കിലും ഒരു കുഴലെടുത്ത് അതിനകത്ത് കമ്പി പഴിപ്പിച്ച് തുളയുണ്ടാക്കി ഓടക്കുഴൽ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. പെരുന്തച്ചൻ ശില്പങ്ങൾ ഉണ്ടാക്കാൻ കരിങ്കല്ലുകളിൽ സപ്തസ്വരങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ നിർമ്മാണത്തിനാവശ്യമായ ഗുണനിലവാരമുള്ള മുളംകുഴലുകളെ വളരെ സൂക്ഷ്മതയോടുകൂടി തരംതിരിച്ചിരിക്കുകയാണ് ആദ്യഘട്ടം. കുഴലുകളുടെ ഉൾവശം വളരെ സൂക്ഷ്മതയോടുകൂടി പൊട്ടലുകൾ വീഴാതെ വൃത്തിയാക്കിയെടുക്കുന്നു. സ്റ്റീൽ റൂളുകളുടെ സഹായത്തോടെ വളരെ സൂക്ഷ്മമായി ദ്വാരങ്ങളുടെ അകലം വ്യക്തമായി മാർക്ക് ചെയ്തെടുക്കുന്ന അടുത്ത ഘട്ടം. ആവശ്യമായ ദ്വാരത്തിൻ്റെ വലിപ്പമുള്ള കമ്പികൾ ചൂടാക്കി പഴിപ്പിച്ച് ദ്വാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ദ്വാരങ്ങളെല്ലാം പൂർത്തിയായ ശേഷം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ശബ്ദപരിശോധനയാണ്. ദ്വാരങ്ങൾ പൂർത്തിയായ ശേഷം ശബ്ദപരിശോധനയാണ് അടുത്ത ഘട്ടം. ശബ്ദങ്ങൾ പരിശോധിക്കുന്നതിനായി മെഷീനുകൾ ഉപയോഗിച്ചാണ് ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ശേഷം അച്ചുകൾ ചൂടാക്കി നിർമ്മിക്കുന്നയാളുടെയോ അല്ലെങ്കിൽ വാങ്ങുന്നയാളുടെയോ പേരുകൾ സീൽ ചെയ്യുന്നു. ഇത്രയുമായാൽ ഓടക്കുഴൽ റെഡിയായി. ഇനിയുള്ള പണി അതിൽ അലങ്കാരപ്പണികൾ സൃഷ്ടിക്കുന്നതാണ്. അലങ്കാരപ്പണിയുടെ ഭാഗമായി നൂലുകൾ, വിവിധ നിറത്തിലുള്ള നൂലുകൾ ഓടക്കുഴലുകളിൽ ചുറ്റിയെടുത്ത് അത് വർണ്ണാഭമാക്കുന്നു. ഇത്രയുമായാൽ വിവിധ തരത്തിലുള്ള ഓടക്കുഴലുകൾ ആവശ്യക്കാരെ തേടി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു.